പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ. വിനീത് ശ്രീനിവാസൻ. ഓർമ്മകൾ എന്തും പറയാം, പറ്റിച്ചതാവാം, സീരിയസ് ആയിട്ടുള്ള ഓർമ്മ, എന്താണ് വിനീതിനെ പറ്റി ആലോചിക്കാൻ പെട്ടെന്ന് വരുന്നത്, എന്തും പറയാം. വിനീതേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്നത് ഭക്ഷണമാണ്. വിനീതേട്ടൻ ഭയങ്കര ഫുഡിയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു, അപ്പോൾ വിനീതേട്ടൻ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫുഡ് കൊണ്ട് ഓർഡർ ചെയ്തിട്ട് അത് വിനീതേട്ടൻ്റെ ഓർഡർ ചെയ്ത സാധനമാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കൈ പോയാൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ഓക്കേ തരൂല. 2 പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ 2 പീസും വിനീതേട്ടൻ തന്നെ കഴിക്കും. തരൂല. വേണമെങ്കിൽ നീ വേറെ ഓർഡർ ചെയ്ത് കഴിച്ചോ, എൻ്റേന്ന് ഞാൻ തരൂല. പുതിയ അറിവാണ്. വിനീതേട്ടന് ഫുഡ് ഭയങ്കര താല്പര്യം. എല്ലായിടത്തും എവിടെ പോയാലും നമുക്ക് ഇവിടെ ഒരു മറ്റേ തലപ്പാക്കട്ടി ബിരിയാണി ഇവിടെ ഉഗ്രനാണ്, മറ്റേ വേണു ബിരിയാണി കോയമ്പത്തൂർ നമുക്ക് പോയിട്ട് വേണു ബിരിയാണി, ഇതാണ് ഫുഡാണ് ഫുൾ പ്ലാനിങ് എല്ലാം ഫുഡ്. ഒബിയസ്ലി നമുക്ക് ആ മലബാർ റെസ്റ്റോറൻറ്റ് നമുക്കൊരു ഇത് പറഞ്ഞാൽ ഇങ്ങനെയാണ് പ്ലാനിങ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് വിനീതേട്ടനെ കാണുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. വിനീതേട്ടൻ മീറ്റ് ചെയ്യുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാണ്. അവർ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ പോയി. അന്ന് വിനീതേട്ടൻ ഈ പറയുന്ന പോലെ ഒരു I-20 കാറിൽ ചെറിയൊരു ട്രൗസറൊക്കെ ഇട്ട്, വീട്ടിലിടുന്ന ട്രൗസറൊക്കെ ഇട്ട് വന്നിട്ട് വാ കയറ് എന്നും പറഞ്ഞിട്ട് കാർ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോയിട്ട് ബസന്ത് നഗറിലുള്ള തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എനിക്ക് എന്താ വേണ്ടത്, ഇവിടുത്തെ മറ്റേ ഇത് കൊള്ളാം അത് കൊള്ളാം. എനിക്ക് വിനീത് ശ്രീനിവാസനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലിരിക്കുക, തലൈവരെ ഇവിടുത്തെ മറ്റേ മട്ടൺ ബ്രെയിൻ ഫ്രൈ അടിപൊളി, ബേസിൽ കഴിച്ചു നോക്കുക, ബേസിൽ അത് നല്ല അത് കഴിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇവിടുത്തെ ഇടികൾ തലപ്പാക്കട്ടി ബിരിയാണി, അതിൻ്റെ മേലെ ഇത്തിരി വഴുതനങ്ങയുടെ ഗ്രേവിയും കൂടെ ഇട്ടിട്ട് പൊളി ഉഗ്രനാണ്. അതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു, ഞാനത് കഴിച്ചോളാം, എനിക്ക് അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലും ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചോളാം. അങ്ങനെ ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ചത് തലപ്പാക്കട്ടി ബിരിയാണി, അത് വയല് വെള്ളം, ഈ പറയുന്ന മട്ടൺ ബ്രെയിൻ ഫ്രൈയുമാണ്. അത് രണ്ടും കൂടെ ഇരുന്ന് കഴിച്ച് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജൂൺ 2-ാം തീയതി മുതൽ ജോയിൻ ചെയ്തോളൂ എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്, തിരയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞു. ഫുഡാണ് എപ്പോഴും എല്ലാ ഓർമ്മകളിലും ഒരു ഫുഡ് കണക്ട് ചെയ്ത് കുക്ക് ചെയ്യുമോ ശരിക്കും? കുക്ക് ചെയ്യും. പിന്നെ ഉഗ്രനായിട്ട് ഫോട്ടോയൊക്കെ അയച്ചു തരും ഇടയ്ക്കിടയ്ക്ക്. ഞാൻ ഇന്ന് മറ്റേ ദിവ്യ ചേച്ചി വെജിറ്റേറിയനാണ്, അപ്പോൾ വിനീതേട്ടൻ നോൺ വെജ് കഴിക്കണമെങ്കിൽ സ്വന്തം കുക്ക് ചെയ്ത് കഴിക്കണം.